ഒരമ്മയുടെ പ്രായമുള്ളൊരു സ്ത്രീയെ കൊണ്ട് ഒരു പബ്ലിക്കിൻ്റെ നടുക്ക് വെച്ചിട്ട് മാപ്പ് പറയിപ്പിച്ചിട്ട് ഹീറോ പരിവേഷത്തോടുകൂടെ പോകുന്ന ചെറുപ്പക്കാരെന്ന് പറയുക ചെറിയ പിള്ളേരുടെ ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. സംഭവം നടക്കുന്നത് കൊയിലാണ്ടിയിലാണ്. കൊയിലാണ്ടിയിൽ ആ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചിട്ട് ഒന്ന് രണ്ട് പിള്ളേർ അവിടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് ഈ ASI ആയിട്ടുള്ള ഈ ലേഡി പോലീസ് ഓഫീസർ അവരോട് പോയിട്ട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ ഇവിടുത്തെ പരിപാടി, നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ച്, അങ്ങനെ ചോദിച്ചതിൻ്റെ പേരിലാണ് ആ പയ്യൻ വേറെ ഒന്ന് രണ്ട് ചെറുപ്പക്കാരോട് പറഞ്ഞ് ആ ചെറുപ്പക്കാരെല്ലാം കൂടെ ഈ ലേഡിയെ വളഞ്ഞു വെച്ച് നിങ്ങൾ ഈ കുട്ടികൾ കഞ്ചാവാണെന്ന് പറഞ്ഞു, എല്ലാവരെയും മുന്നിൽ വെച്ച് നിങ്ങൾ ഇവർ കഞ്ചാവാന്ന് പറഞ്ഞു. എന്നപ്പം ഈ ലേഡി പോലീസ് ഓഫീസർ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ അവരത് സമ്മതിക്കുന്നില്ല. ഇനി ഞാൻ എന്ത് വേണം, മാപ്പ് പറയണം? ആ കുട്ടികളോട് മാപ്പ് പറഞ്ഞു, വന്ന പിള്ളേരോടും മാപ്പ് പറഞ്ഞു. ഏറ്റവും അവസാനം ആ ലേഡി പോലീസ് ഓഫീസർ വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്കവിടെ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഓഫീസിൽ അവിടെ ഇരുന്നാൽ മതി, ഞാനിവിടെ വന്ന് നിൽക്കുന്നത് നമ്മളെ വീട്ടിലെ കുട്ടികളെ പോലെ കണ്ടിട്ടാണ്, നമ്മളെ വീട്ടിലെ കുട്ടികൾ വേഗം വീട്ടിൽ പോട്ടെ, ഇവിടെ വന്ന് നിന്നിട്ട് വേറെ കച്ചറയൊന്നും ഉണ്ടാവരുത് എന്ന് കരുതിയിട്ട് അങ്ങനെ ഞാനിവിടെ വന്ന് ജോലി ചെയ്യുന്നതാണ്, ഞാനൊരു ചായയുടെ വെള്ളം പോലും കുടിച്ചിട്ടില്ല ഇത്രയും സമയമായിട്ട് ആ ലേഡി പറയുമ്പോൾ അത് അവിടെ ചുറ്റും നിന്ന മറ്റുള്ള കുറച്ച് ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഈ ലേഡിയെ കൊണ്ട് സ്വന്തം അമ്മയുടെ അത്ര പ്രായമോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രായമുള്ള ലേഡിയെ കൊണ്ട് പബ്ലിക്കിന് മുമ്പിൽ വെച്ച് മാപ്പ് പറയിപ്പിച്ചിട്ട് ഹീറോ പരിവേഷത്തിൽ പോയ ആ ചെറുപ്പക്കാരുണ്ടല്ലോ, അവരോട് വേറെ ഒന്നും പറയാനില്ല. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കൊയിലാണ്ടി എന്ന് പറയുന്ന ആ ഒരു ചെറിയൊരു പ്രദേശത്ത് ലഹരി മാഫിയയുടെ വലിയ പിടിമുറുക്കമുണ്ട് എന്ന രീതിയിലുള്ള പരാതികൾ പോലീസ് ഓഫീസർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലും കിട്ടിയിട്ടുണ്ട്, കോഴിക്കോട് കമ്മീഷണർ ഓഫീസിൽ ഉൾപ്പെടെ എല്ലാം കിട്ടിയതാണ് പരാതി. ഇതിൻ്റെ ഇടയിലാണ് പന്തലായനി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കുറച്ച് ആളുകളുടെ ലഹരി ഉപയോഗത്തെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിൽ കയറി ഒരു ഗൃഹനാഥനെ അടിക്കുക, ആ വീട് അടിച്ചു പൊളിക്കുന്നതൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിനിടയ്ക്ക് അവരുടെ വീടിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഇവർ കള്ളു കുടിക്കുകയും കഞ്ചാവ് വലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു പരാതി അതിനെ അയാൾ ചോദ്യം ചെയ്തതിൻ്റെ പേരിലാണ് ആ വീട്ടിൽ കയറി അടിയുണ്ടായത്. അപ്പോൾ അതിന് ശേഷം മുതൽ കൊയിലാണ്ടി മേഖലയിൽ വ്യാപകമായിട്ട് കഞ്ചാവ് വിതരണമുണ്ട്, കഞ്ചാവ് ഉപയോഗമുണ്ട് എന്ന് ഒരു പരാതി വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട സമയം, കോളേജൊക്കെ വിട്ട സമയത്ത് ഈ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് പോലീസ് പട്രോളിംഗ് ആരംഭിച്ചത്. അങ്ങനെ വന്നതാണ് ആ ലേഡി പോലീസ് ഓഫീസർ. ഇപ്പോൾ നമ്മളെ വീട്ടിലുള്ള അച്ഛനും അമ്മയൊക്കെ വന്ന് നമ്മളെ എന്താ നീ സിഗരറ്റ് വലിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താ അവരോട് പറയാം, അമ്മ മാപ്പ് പറയണം, അച്ഛൻ മാപ്പ് പറയണം എന്ന് പറയുമോ? ഇല്ലല്ലോ. ഭയങ്കര മോശം സമീപനമായിപ്പോയി അവിടുത്തെ ചെറുപ്പക്കാർ ചെയ്തത്. ഒരു സ്ത്രീയെ സമൂഹ മധ്യത്തിലിട്ടിട്ട് ഇങ്ങനെ മാപ്പ് പറയിപ്പിക്കുന്ന നിലപാട് അത് ഒരിക്കലും അഭിനന്ദാർഹമല്ല. അവർ ചെയ്തത് വളരെ മോശമായ ഒരു കാര്യമാണ്. ഒന്നുമില്ലെങ്കിൽ അവരെ പ്രായത്തെങ്കിലും ബഹുമാനിക്കണമായിരുന്നു. ഇനി നമ്മളോട് അവർ നിങ്ങൾ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കഞ്ചാവൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം എന്ന് പറഞ്ഞ് പോലീസ് ഓഫീസറുടെ പരിശോധനയ്ക്ക് വിധേയരാകേണ്ട കുട്ടികളാണ് കുറച്ച് ആളുകളെ കൂട്ടി വന്നിട്ട് ഹീറോ പരിവേഷം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തത്. അതിൽ ആ പാവം പോലീസ് ഓഫീസർ വീണുപോയി എന്നതാണ് സത്യം. ഇങ്ങനെയുള്ള സമീപനങ്ങൾ നമ്മൾ പോലീസ് ഓഫീസറോട് ചെയ്തു കഴിഞ്ഞാൽ, പോലീസുകാരോട് ചെയ്തു കഴിഞ്ഞാൽ പോലീസുകാർ പറയും നിങ്ങളല്ല ഇനി കഞ്ചാവോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചത് നിങ്ങൾ നശിക്കുമോ എന്ത് വേണമെങ്കിലും ചെയ്തു, ഞങ്ങൾ ഇടപെടുന്നില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് പോലീസ് സേനയും അങ്ങനെ മാറും. അതാണ് ഇനി വരും കാലങ്ങളിൽ ഉണ്ടാകാൻ പോണത്.